ഹായ്, ഇന്നത്തെ റെസിപ്പി കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള ഒരു സ്പെഷ്യൽ അപ്പമാണ് കുഞ്ഞിക്കലത്തപ്പം. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ജീരകശാല അരിയാണ് വേണ്ടത്. നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകശാല അരി. ഇത് 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് പഞ്ചസാര, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കൂടുതൽ ലൂസായി പോകരുത് മാവ്. ഇനി അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടുതലായിട്ട് ഒഴിക്കരുത്. നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ കുറച്ച് ഓയിലേ ആവശ്യമുള്ളൂ. ചെറിയ തീയിൽ വെച്ച് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓയിൽ മുകൾ ഭാഗത്തേക്ക് തട്ടിക്കൊടുക്കണം. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓയിൽ മുകൾ ഭാഗത്തേക്ക് തട്ടിക്കൊടുക്കണം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റി വെക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത അപ്പവും ഇതുപോലെ ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചുട്ട പോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറ് പ്രഗ്നൻ്റ് ആയവരെ 7ാം മാസത്തിലെ സൽക്കാരത്തിനാണ്. പ്രഗ്നൻ്റ് ആയവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അപ്പമാണിത്. അല്ലാതെ ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാറുണ്ട്. അടുത്ത അപ്പോൾ സൈഡൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മിഡിൽ ഭാഗം കുറച്ച് വേവാനുണ്ട്. അവിടെ കുറച്ച് ഓയിൽ തട്ടിക്കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. എല്ലാ സൈഡും നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കലത്തപ്പൊക്കെ പോലെ ഇതിൻ്റെ സൈഡിലും നല്ല ആരി വരും. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചെറിയ തീയിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അടുത്ത അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓയിൽ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടിപ്പോയാൽ പൂരിയൊക്കെ പോലെ പൊങ്ങി വരും. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നത്. കുറച്ചപ്പോൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഡിഷായി കഴിക്കുന്നത് തേങ്ങാ മിക്സ് ആണ്. ഇതുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആരി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ് കാണുന്ന പോലെ തന്നെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. 1 കപ്പ് അരി കൊണ്ട് ഞാൻ ഏകദേശം 15 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ളത്. കുഞ്ഞിക്കലത്തപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.